ജീവിത വിജയത്തിന് ക്രിയാത്മകമായ സ്വപ്നങ്ങൾ അനിവാര്യമാണ്. എല്ലാ മനുഷ്യർക്കും ദൈവം ചിന്താശക്തി കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് ക്രിയാത്മകമായ സ്വപ്നങ്ങൾ കാണണം. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകരുത്. മാത്രമല്ല, ബൈബിൾ നമ്മെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ദൈവം അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങൾ എന്നാണ് യഹോവയായ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ശരിയായിട്ടുള്ള അധ്വാനവും വിജയം നേടുവാനുള്ള മനസ്സും ചേർന്നെങ്കിലേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ജീവിതത്തിന് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നത് സ്വപ്നങ്ങളാണ്. നല്ല ക്രിയാത്മകമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. ആ ക്രിയാത്മകമായ സ്വപ്നങ്ങൾ കാണുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ജീവിത വിജയം നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ. മാത്രമല്ല, ആ വിജയത്തിൻ്റെ ആ ദൗത്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുകയും ചെയ്യുകയുള്ളൂ. ഒന്നാമതായിട്ട് അർപ്പണ മനോഭാവം നമുക്ക് ആവശ്യമാണ്. ഏറ്റെടുക്കുന്ന ദൗത്യത്തോടുള്ള അർപ്പണ മനോഭാവമാണ് നമ്മെ എന്തെല്ലാം നഷ്ടങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ വന്നാലും ആ അർപ്പണ മനോഭാവമാണ് നമ്മെ ആ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നത്. രണ്ടാമതായിട്ട് ധൈര്യ മനോഭാവം ആവശ്യമാണ്. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ധൈര്യം ഏറ്റവും ആവശ്യമാണ്. ഇംഗർബോൾ എന്ന് പറയുന്നതായ വ്യക്തി ധൈര്യത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ഭൂമിയിൽ ധൈര്യത്തിൻ്റെ ഏറ്റവും വലിയ പരിശോധന പരാജയം നേരിടുകയും എന്നാൽ ഹൃദയം നിരാശപ്പെടാതെ സൂക്ഷിക്കുന്നതുമാണ്. അപ്പോൾ ധൈര്യത്തിൻ്റെ ഏറ്റവും വലിയ പരിശോധന എന്ന് പറയുന്നത് പരാജയം നേരിടുമ്പോഴും ആ വിഷയത്തിനകത്ത് നിരാശപ്പെട്ടു പോകാതെ നമ്മുടെ ഹൃദയം നിരാശപ്പെടാതെ സൂക്ഷിക്കുന്നതുമാണ്. അപ്പോൾ ധൈര്യമുള്ളവർക്ക് മാത്രമാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ക്രിയാത്മകമായ സ്വപ്നങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അവനെ അത് ദൗത്യ നിർവഹണത്തിലേക്ക് എത്തിക്കുവാൻ ഇടയായിത്തീരും. മാത്രമല്ല, അർപ്പണ മനോഭാവവും ധൈര്യ മനോഭാവവുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മെക്കുറിച്ച് നമ്മളായിരിക്കണം സ്വപ്നങ്ങൾ കാണുന്നത്. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അർപ്പണ മനോഭാവവും ധൈര്യ മനോഭാവവുമാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ നമ്മുടെ മുൻപാകെ നാം നേരിടുമ്പോൾ അതൊരിക്കലും ഇംഗർബോൾ പറയുന്നത് പോലെ നിരാശയിലേക്ക് പോകാതെ ആ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെയും ഉയർന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ വലുതാകയാൽ അതിലേക്ക് എത്തപ്പെടുവാൻ നമ്മളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നവരായിക്കൊണ്ട് അർപ്പണ മനോഭാവത്തോടും ധൈര്യ മനോഭാവത്തോടും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.